കാണുന്നു. അവൻ പതിയെ പോയി എടുത്തു. അതിൽ നിന്ന് ബോട്ടിൽ താഴെ വീണ് പൊട്ടിപ്പോകുന്നു. അന്നേരം അവൾ വന്ന് പറയുന്നു, കുഴപ്പമില്ല, ഞാനത് തുടച്ചു കൊള്ളാം, നീ മുകളിൽ പോയി നിന്റെ ഡ്രസ്സെല്ലാം ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവനും ആ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഓടിപ്പോയി. അന്നേരം അവിടെ നിന്ന് ആലീസിന്റെ റൂമിൽ അവന് പ്രത്യേകതരം സൗണ്ട് കേൾക്കുന്നു. അവൻ ആ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിൽ നിറയെ ടെഡ്ഡി ബിയറുകൾ. അവൻ പതിയെ ആ റൂമിലെ സൗണ്ടെല്ലാം ഓഫ് ചെയ്ത് പുറത്തേക്ക് വന്നു. ബാത്റൂമിൽ പോയി തിരിച്ചു പോകുന്ന നേരം ഒരു സൗണ്ട് കേൾക്കുന്നു. ആലീസിന്റെ ഒരു സാധനങ്ങൾ നീ തൊട്ടു പോകരുതെന്ന് അവനൊരു വാണിംഗ് കേട്ടു. അന്നേരം ടെഡ്ഡി ബിയറിന്റെ നൂല് അവൻ കാണുന്നു. അന്നേരം അതിന്റെ പുറകിലേക്ക് അവൻ തിരിച്ചു പോകുന്നു. അന്നേരം അത് റൂമിൽ നിന്നാണ് കണ്ടത്. അന്നേരം ആ റൂമിലേക്ക് ആ നൂല് കയറി പോകുന്നു. അങ്ങനെ അവൻ അതിൽ ചവിട്ടി പിടിച്ചു. അന്നേരം നോക്കുമ്പോൾ തൊട്ടടുത്തൊരു ടെഡ്ഡി ബിയർ ഒരു തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു. അത് പതിയെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി വരാൻ തുടങ്ങി. അവനും ശ്രദ്ധയോടെ നോക്കുന്നു. അതൊരു മോൺസ്റ്റർ കരടിയെ പോലെ അവനെ ആക്രമിക്കാൻ വരുന്നു. അവൻ ശരിക്കും ഭയന്ന് അവിടെ വീണ് പോയി. അന്നേരം അവൾ ഓടി വന്ന് അവനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അന്നേരം അവനും അവിടെ